രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയം 82ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ രാധാഭക്തർക്കും എല്ലാ കൃഷ്ണഭക്തർക്കും സ്വാഗതം. നിങ്ങൾക്ക് 1 തൊട്ടുള്ള രാധയുടെ പ്രണയം പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ എല്ലാ തിങ്കളാഴ്ച ദിവസവും ഗുരുവായൂരപ്പനും രാധാജിയും അനുഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും 3 മണിയാകുമ്പോൾ നാരായണീയം, ചൊവ്വാഴ്ച നാരായണീയം ക്ലാസ്സാണ്, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രാധയുടെ പ്രണയം, ബുധനാഴ്ച 3 മണിക്ക് ശ്രീബുദ്ധൻ്റെ ജീവിത കഥ, വ്യാഴാഴ്ച അഷ്ടപതി, അധികം താമസിയാതെ വെള്ളിയാഴ്ച മോക്ഷം കിട്ടാൻ വേണ്ടി ബോധോദയമുണ്ടായപ്പോൾ ബുദ്ധനുണ്ടായ ദർശനങ്ങൾ ധർമ്മപദം എന്നൊരു പുസ്തകമാക്കി എഴുതിയിട്ടുണ്ട്, അത് വരുന്നതാണ്. ഇതുകൂടാതെ കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കാണണം. അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ഉണ്ട്, ഇതിനകത്ത് 8 എണ്ണം വരെ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ. ജ്യോതിഷപരമായ സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട് 9645333999. അതുപോലെ വളരെ സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു. ഡിവോഴ്സായിട്ടുള്ള ഏത് ഭാര്യാഭർത്താക്കന്മാരും ഇത് കണ്ടിരിക്കണം. അതുകൂടാതെ മാനസികമായി അകന്നു കഴിയുന്നവരും അവരുടെ മക്കളുമൊക്കെ അത് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ, അതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ അഷ്ടാവക്ര ഗീതയുണ്ട്. കഠിന കൃഷ്ണഭക്തനായിരുന്ന അഷ്ടാവക്രൻ്റെ ഗീത, അത് വളരെ 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 പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊക്കെ നിങ്ങൾ സമയം പോലെ കണ്ടുകൊള്ളുക. രാധയുടെ പ്രണയം ആദ്യമായിട്ട് കാണുന്നവർ ഇവിടം തൊട്ട് കണ്ടു തുടങ്ങുക, അതൊരു പ്രോബ്ലമല്ല. സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഒന്നേന്നെടുത്ത് അടുക്കിന് കണ്ടുവരിക. അപ്പോൾ രാധയുടെ പ്രണയം 82ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട രാധാജിയുടെ അനുഗ്രഹത്താൽ നമുക്ക് തുടങ്ങാം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ
രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കീ. പറഞ്ഞോളൂ ജയ്. നമ്മുടെ മാതാവ് രാധാറാണിക്ക് ജയ്. നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. നമുക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന നമ്മുടെ രാധാറാണി അമ്മക്ക് ജയ്. നമ്മളെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ രാധയുടെ പ്രണയം 82ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. കാലയവനന് മനസ്സിലായി കൃഷ്ണൻ തന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലായി. ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിച്ച ശൂന്യമായ മധുരയിലേക്കാണ് തന്നെ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായി. മധുരയിലെ ജനങ്ങൾ മുഴുവനും അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്നും മനസ്സിലായി. അത് കണ്ടതോടുകൂടി കാലയവൻ ക്രൂദ്ധനായിട്ട് ചോദിച്ചു, കൃഷ്ണ ഇത് ശരിയാണോ? കൃഷ്ണൻ പറഞ്ഞു, അതെ. സകലരും അവിടെ നിന്ന് പൊയ്ക്കഴിഞ്ഞു. പിന്നെ മധുര തരാം എന്ന് പറഞ്ഞ് നീ എന്നെ കൂട്ടിക്കൊണ്ടുവന്നതോ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, മധുര തരാം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ദാ മധുരയുണ്ട്, അത് അങ്ങേക്കുള്ളതാണ്, ജനങ്ങളുള്ള മധുരയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞു, നീ എൻ്റെ അടുക്കലേക്ക് വരൂ. കൃഷ്ണൻ തൻ്റെ കുതിരയുമായി പിടിച്ചുകൊണ്ട് അടുക്കലേക്ക് ചെന്നു. കാലയവനന്റെ കണ്ണുകള് ആ കോപം കൊണ്ട് വെട്ടിത്തിളങ്ങി. കാലയവനൻ പറഞ്ഞു, നീജ, നീ കാലയവനെ കബളിപ്പിക്കാൻ പോകുന്നു ഇല്ലേ? നിന്നെ നാം വധിക്കാൻ പോവുകയാണ്. ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നത് പോലെയാണ് കൃഷ്ണൻ പെട്ടെന്ന് ഇവരാരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു. വേറൊന്നുമല്ല, കാലിന്റെ മടമ്പ് കൊണ്ട് കുതിരയുടെ വാരിയെല്ലിലൊന്ന് അമർത്തി കൊടുത്തു. നല്ല ഒരു തട്ട് കൊടുത്തു. കൃഷ്ണൻ വർഷങ്ങളായി പരിശീലിപ്പിക്കുന്ന കുതിരയാണത്. ചുമ്മാതല്ല കൃഷ്ണൻ ആ കുതിരയുമായിട്ട് വന്നത്. ആ വാരിയെല്ലിനകത്ത് കൃഷ്ണൻ കാലിന്റെ മടമ്പ് കൊണ്ട് തട്ടിയതും എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അവരുടെ പുറത്തുകൂടി കുതിര ചീറിപ്പാഞ്ഞു. അതിനകത്ത് കൃഷ്ണനും. അപ്പോൾ ഭടന്മാരമ്പരന്നു. കാലയവനൻ പറഞ്ഞു, പിടിക്കവനെ. അപ്പോൾ കാലയവനൻ ഒരു കുതിരപ്പുറത്ത് കൃഷ്ണന്റെ പിന്നാലെ പാഞ്ഞു. ബാക്കി ഭടന്മാരും കൃഷ്ണന്റെ പിന്നാലെ പാഞ്ഞു. പക്ഷെ അവർക്കൊരു കുഴപ്പമുണ്ട്. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങളോ മറ്റോ ഒന്നുമില്ല. അതുകൊണ്ട് ഭാരക്കുറവുണ്ട്. കുതിര അതിവേഗം പോയി. ഇവരുടെ കൈവശമെല്ലാം ആയുധങ്ങളുണ്ട്. ആയുധത്തിന്റെ ഭാരവും കൂടെ കുതിര വഹിക്കണം. അതുകൊണ്ട് കുതിരയ്ക്ക് വേഗത കുറഞ്ഞു. കൃഷ്ണൻ ഭയങ്കര സ്പീഡിൽ കുതിച്ചു പാഞ്ഞു. കാലയവനന്റെ അലർച്ച കേൾക്കാം. ഏതാണ്ട് നേരം സന്ധ്യയാകാറായി. അപ്പോ കൃഷ്ണൻ നോക്കിയപ്പോൾ പുറകിന് നിന്ന് മറ്റ് ശബ്ദങ്ങളൊന്നുമില്ല. കൃഷ്ണൻ കുതിരയെ നിർത്തി. അല്പനേരം ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി കുതിരയെ മേയാൻ വിട്ടു. അതിനുശേഷം കൃഷ്ണൻ അവിടെ കിടന്നു. അല്പമൊന്ന് മയങ്ങി ഒന്ന് എഴുന്നേറ്റു. കുതിര കൃഷ്ണന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ കൃഷ്ണൻ ദൂരത്ത് നിന്നും ഒരു കുതിരക്കുളമ്പിന്റെ ശബ്ദം കേട്ടു. അപ്പോൾ മനസ്സിലായി കാലയവനൻ താൻ വന്ന വഴിയേ തന്നെ വരികയാണ്. കൃഷ്ണൻ വീണ്ടും കുതിരപ്പുറത്ത് ചാടിക്കയറി കുതിരയെ വേഗത്തിൽ വിട്ടപ്പോൾ പെട്ടെന്ന് കുതിര കാല് മടമ്പി താഴെ വീണു. കൃഷ്ണൻ എഴുന്നേറ്റു. നോക്കിയപ്പോൾ ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് കടന്നു പോകാൻ പറ്റുന്ന ഒരു ചെറിയ വഴിയാണ് അവിടെ അവശേഷിക്കുന്നത്. കുതിരയ്ക്ക് പോകാൻ പറ്റില്ല. കൃഷ്ണൻ കുതിരയെ കരുണയോടെ നോക്കി. കുതിരയെ ഒന്ന് തലോടിയിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും നിനക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. അതിനുശേഷം കൃഷ്ണൻ എന്ത് ചെയ്തു? ആ ഇടവഴിയിലൂടെ ഓടാൻ തുടങ്ങി. അപ്പോൾ കൃഷ്ണൻ പിന്നിൽ നിന്നൊരലർച്ച കേട്ടു. കാലയവനന്റെ അലർച്ചയാണ് കൃഷ്ണൻ കേട്ടത്. കൃഷ്ണന്റെ കേൾക്കുകയാണ്, നീജ നിൽക്കൂ, കാലയവനെ ചതിച്ചിട്ട് നീ പോകുന്നു. അപ്പോൾ എന്ത് ചെയ്തു? കൃഷ്ണൻ അസ്ത്രം വിട്ട കണക്ക് ഓടി തുടങ്ങി. അപ്പോൾ കാലയവനെ നിവർത്തിയില്ലാതെ ഓരോരോ ആയുധങ്ങൾ എടുത്ത് ദൂരെ കളയാൻ തുടങ്ങി. കാരണം കൃഷ്ണനോടൊപ്പം ഓടിയെത്താൻ പറ്റുന്നില്ല. കൃഷ്ണൻ ഒടുവിൽ എന്ത് ചെയ്തു? ഓടി വന്നപ്പോൾ കാണാം ഒരു വലിയ കുന്ന് കണ്ടു. കൃഷ്ണൻ ആ കുന്നിന്റെ മുകളിലേക്ക് കയറി. കുന്നിന്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ കാലയവനൻ
ആ കുന്നിന്റെ താഴെ വന്നിങ്ങനെ നിൽക്കുകയാണ്. കാലയവനന് നന്നായി കിതച്ചു തുടങ്ങിയിട്ടുണ്ട്. കാലയവനൻ തൻ്റെ കയ്യിലിരിക്കുന്ന ബാക്കി ആയുധങ്ങളും എടുത്തെറിഞ്ഞു. അപ്പൊ കൃഷ്ണൻ മനസ്സിലായി ഇവനിപ്പോ ആയുധമില്ലാത്തവനാണ്. പക്ഷേ കൃഷ്ണൻ ശ്രദ്ധിച്ചപ്പോൾ കണ്ടു അവന്റെ മടിക്കുത്തിൽ ഒരു കത്തിയുണ്ട്. അത് മാത്രമാണ് ആയുധം. അവൻ എന്തു ചെയ്തു? കൃഷ്ണനെ കണ്ട് അലറി വിളിച്ചു, നീജ, നിന്നെ വധിക്കാതെ ഈ കാലയവനൻ തിരിച്ചു പോകില്ല. കാലയവനൻ കുന്നു കയറാൻ തുടങ്ങി. കൃഷ്ണൻ നോക്കിയപ്പോൾ ഒരേ കണക്കിരിക്കുന്ന 8 വീടുകൾ, അതിനകത്തൊരൽപ്പം വസതിയുള്ള വീടല്ല, ഗുഹ, അതിനകത്തൊരൽപ്പം വിസ്താരമുള്ള ഗുഹയ്ക്കകത്തേക്ക് കൃഷ്ണൻ ഓടിക്കയറിയപ്പോൾ കാണാം അവിടെ ഒരു വൃദ്ധൻ പൂർണ്ണ നഗ്നനായി കിടക്കുകയാണ്. കൃഷ്ണൻ തൻ്റെ മഞ്ഞപ്പട്ടെടുത്ത് ആ വൃദ്ധന്റെ ദേഹത്തങ്ങ് പുതപ്പിച്ചു, തലവഴിയെ പുതപ്പിച്ചു. എന്നിട്ട് അവിടെ മാറി ഒരു തൂണിന്റെ മറവിൽ കൃഷ്ണൻ നിന്നു. കാലയവനൻ അങ്ങോട്ടേക്ക് കയറി വന്നു. അപ്പോഴേക്കും കൃഷ്ണന് തന്നെ ഓടി വന്നതിൻ്റെ കിതപ്പ് മാറി. കൃഷ്ണൻ വിചാരിച്ചു ഇനി വേണമെങ്കിൽ ഇവനുമായിട്ട് എനിക്ക് ഒരു കൈ നോക്കാൻ പറ്റും എന്ന് കൃഷ്ണനൊരു ഉറപ്പ് വന്നു കഴിഞ്ഞു. ആ സമയത്ത് എന്താ സംഭവിച്ചതെന്നറിയാമോ? അവൻ നോക്കിയപ്പോൾ കാണാം കൃഷ്ണന്റെ മഞ്ഞപ്പെട്ട്. കാലയവനൻ നോക്കിയപ്പോൾ കൃഷ്ണന്റെ മഞ്ഞപ്പെട്ട്. ആഹാ, കാലയവനൻ പറഞ്ഞു, നീജ, നീ എന്നെ കബളിപ്പിച്ചിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണ്, ഞാൻ അറിയത്തില്ലെന്ന് വിചാരിച്ചു ഇല്ലേ? കാലയവനൻ ആ കത്തി ഊരി കിടന്ന വൃദ്ധനെ ആഞ്ഞുകുത്തി. പക്ഷെ കുത്തുകൊണ്ടത് വൃദ്ധന്റെ കൈകളിലായിരുന്നു. വൃദ്ധൻ ചാടി എഴുന്നേറ്റപ്പോ കാലയവനൻ അസാധാരണമായ കരബലത്തോടെ കാലയവനെ പൊക്കിയെടുത്ത് 4 ചുറ്റും ഒന്ന് കറക്കിയതിന് ശേഷം അവിടെ ഒരു ഹോമകുണ്ഡമുണ്ട്. ആ ഹോമകുണ്ഡത്തിന്റെ നെരിപ്പോടിൽ കൊണ്ടുചെന്ന് അമർത്തി. കാലയവനൻ അലറി വിളിക്കാൻ തുടങ്ങി. ഓ, അതിനനുസരിച്ച് ഇയാളെ കാലയവനെ നെരിപ്പോടിലേക്ക് ആ മനുഷ്യൻ അമർത്താൻ തുടങ്ങി. അമർത്തി ആ നെരിപ്പോടിനകത്തേക്ക് അവനെ ഇട്ടു. അവിടെ കിടന്നവൻ വെന്തു, കരിഞ്ഞു, അവന്റെ ജീവൻ പോയി, നിശ്ചലമായി കഴിഞ്ഞപ്പോൾ ആ കരിഞ്ഞ ശരീരം അങ്ങോട്ട് എടുത്തിട്ട് ഒറ്റ എറിയും വെച്ചു കൊടുത്തു. കുന്നിന്റെ താഴ്വാരത്തിൽ അത് ചെന്ന് വീണു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ആ തൂണിന്റെ മറവിൽ നിന്ന് വന്ന് ഈ വൃദ്ധന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ആ മുറിവ് അമർത്തി വെച്ച് കെട്ടാൻ തുടങ്ങി. അപ്പോൾ ആ വൃദ്ധൻ ഗൗരവത്തിൽ ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ശൂരമുഖ്യൻ വസുദേവന്റെ മകൻ ശ്രീകൃഷ്ണനാണ്. കൃഷ്ണനോ? അതാരാണ്? അപ്പോഴത്തേക്ക് ശബ്ദം കേട്ട് തൊട്ടടുത്ത ഗുഹകളിൽ നിന്ന് മറ്റു വൃദ്ധന്മാരും വന്നു. അവരോട് ചോദിച്ചു, നിങ്ങളൊരു കൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു, അതെ, നമ്മൾ ഓർമ്മയില്ലേ, നമ്മൾ പ്രവാസ തീർത്ഥത്തിലേക്ക് മുമ്പ് പോയപ്പോൾ നമ്മൾ വഴിക്ക് വെച്ചൊരു കൃഷ്ണനെ കുറിച്ച് കേട്ടില്ലായിരുന്നു? കരവീരപുരത്തെ ഗാലവനെ കൊന്ന, പിന്നെ ഒരു ക്രൂരനായ ചക്രവർത്തി ജരാസന്ധനെ തോൽപ്പിച്ചോടിച്ച. അപ്പോൾ അയാൾ പറഞ്ഞു, ആഹാ, നീയാണോ ആ കൃഷ്ണൻ? നിന്നെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിരിക്കുന്നു, മിടുക്കൻ. കൃഷ്ണൻ ചോദിച്ചു, അങ്ങയുടെ പേരെന്താണ്? അപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഈ ഗുഹയുണ്ടല്ലോ, ഇന്ദ്രന് വേണ്ടി യുദ്ധം ചെയ്ത മുചുകുന്ദൻ ഉണ്ടായിരുന്നു. ഇന്ദ്രന് വേണ്ടി യുദ്ധം ചെയ്ത് വിജയിച്ച മുചുകുന്ദൻ വിശ്രമിക്കാൻ വേണ്ടി ഈ ഗുഹയിൽ വന്ന് ദീർഘനാളുണ്ടായിരുന്നു. അതോടുകൂടി ഈ ഗുഹ മുചുകുന്ദ ഗുഹ എന്നറിയപ്പെടാൻ തുടങ്ങി. ഇവിടെ ഞാൻ വന്നിരുന്നതിൽ പിന്നെ എന്നെ ആൾക്കാര് മുചുകുന്ദൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും ഇപ്പോൾ കൃഷ്ണ മുചുകുന്ദനാണ് കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നമുക്ക് ആ താഴെ വീണ ശരീരം അത് നമുക്ക് യഥാവിധി സംസ്കരിക്കണം. അപ്പോ ആ വൃദ്ധൻ ചോദിച്ചു, എന്ത്, നിന്റെ ശത്രുവല്ലേ? അതെ, ശത്രുവാണെങ്കിലും വധിക്കപ്പെട്ടാൽ ആദരവ് കാണിക്കുന്നതാണ് യാദവന്മാരുടെ സംസ്കാരം. അപ്പോൾ പറഞ്ഞു, കൃഷ്ണന്റെ ആഗ്രഹം പോലെ ആകട്ടെ. അവര് താഴെ പോയി, കുന്നിന്റെ താഴെ പോയി കാലയവനന്റെ മൃതദേഹം എടുത്തുകൊണ്ടുവന്ന് യഥാവിധി സംസ്കരിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, പ്രഭോ, എനിക്ക് പോകണം.
എനിക്ക് ദ്വാരകയിലേക്ക് പോകണം, അവരെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവന്റെ കൂടെ വന്നത്. അപ്പോൾ മുചുകുന്ദൻ പറഞ്ഞു, നീ തൽക്കാലം ഇവിടെ നിൽക്ക്. തൻ്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ താഴെ ചെന്ന് അവിടുത്തെ ഒരു പരിസ്ഥിതി എന്താണെന്ന് നോക്കൂ. അങ്ങനെ പോയിട്ട് വന്നിട്ട് അവര് പറഞ്ഞു, കാലയവനന്റെ ഭടന്മാര് ഇപ്പോഴും അവിടെ അലഞ്ഞു തിരിയുന്നുണ്ട്. ഈ സമയത്ത് കൃഷ്ണൻ പോകുന്നത് അപകടകരമാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു, നീ ഞങ്ങളോടൊത്ത് കൂടുക എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ അവരെ പോലെ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു. കൃഷ്ണൻ ഇപ്പൊ പരിപൂർണ നഗ്നനാണ്, ദിഗംബരനാണ്, ദേഹം മുഴുവൻ ഭസ്മം പൂശി. എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. ഈ പ്രാർത്ഥനയിൽ മുഴുകി ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. മുചുകുന്ദൻ പറഞ്ഞു, മകനെ, നിന്നെപ്പോലൊരു ശിഷ്യനെ കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്, നീ മിടുക്കനാണെന്ന് പറഞ്ഞു. ഇപ്പൊ കൃഷ്ണനെ കണ്ടാൽ ആളറിയത്തതേയില്ല, പരിപൂർണ നഗ്നൻ, ദേഹം മുഴുവൻ ഭസ്മം തേച്ചിരിക്കുന്നു. ഒരു പുതിയ രൂപമായി കൃഷ്ണൻ മാറി. ആ മയിൽപ്പീലിയില്ല, പീതാംബരമില്ല, യാതൊന്നുമില്ല. ഒടുവിൽ അവർ പറഞ്ഞു, നോക്കൂ, ആപത്തുകളൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, നമുക്കിനി പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകണം. പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകുന്ന ദിവസം കൃഷ്ണ, നീ ഞങ്ങളോടൊപ്പം പോരൂ. ഈ സമയത്ത് മറ്റൊരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു. രാധാറാണിയുടെ കൊട്ടാരത്തിൽ രാധാറാണിയുടെ വാതിലിൽ മുട്ടുകേട്ടു. രാധാറാണി വന്ന് തുറന്നു നോക്കിയപ്പോൾ താൻ അയച്ച ചാരന്മാരാണ്. ആ ചാരന്മാര് വന്നിട്ട് പറഞ്ഞു, രാധാജി, കൃഷ്ണൻ കാലയവനനെ നേരിടാൻ പോയിരിക്കുന്നു. രാധാറാണി ഒന്ന് ഞെട്ടി. രാധാറാണി പറഞ്ഞു, കാലയവനനോ? ക്രൂരനാണവൻ, ക്രൂരൻ, മനസാക്ഷിയില്ലാത്തവനാണ് കാലയവനൻ. അതെ, അവനെ നേരിടാനാണ് പോയത്. നിങ്ങൾ എന്തുകൊണ്ട് കൃഷ്ണന്റെ കൂടെ പോയില്ല? ഞങ്ങളെ ചെല്ലാൻ അനുവദിച്ചില്ല. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കൊരാപത്തും വരരുത്, നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ തനിച്ചുപോയി. രാധാറാണി പറഞ്ഞു, പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. കൃഷ്ണൻ ഒരു കുതിരയിൽ പായുന്നത് കണ്ടു. തൊട്ടുപുറവിന് കാലയവനനും പോകുന്നുണ്ട്. എവിടെയെങ്കിലും വെച്ച് അവർ ഏറ്റുമുട്ടും, ഉറപ്പാണെന്ന് പറഞ്ഞു. രാധാറാണി അങ്കലാപ്പിലായി. രാധാറാണി അന്നത്തെ ദിവസം വൈകുന്നേരം ഗ്രാമസഭ വിളിച്ചുകൂട്ടി. വൃന്ദാവനത്തിലെ സകല ജനങ്ങളും അവിടെ ഒത്തുകൂടി. അപ്പൊ രാധാറാണി പറഞ്ഞു, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഈ ഗ്രാമസഭ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. നമ്മുടെ കൃഷ്ണൻ കാലയവനനെ നേരിടാൻ തനിച്ചു പോയിരിക്കുകയാണ്. വൃന്ദാവന നിവാസികൾ ഞെട്ടിപ്പോയി. എന്ത്? കാലയവനനെ നേരിടാൻ കൃഷ്ണൻ തനിച്ചു പോയെന്നോ? പിശാചാണവൻ, രാക്ഷസനാണവൻ. അവന്റെ മുന്നിലേക്കാണ് ആര് പോയിരിക്കുന്നത്? കൃഷ്ണൻ പോയിരിക്കുന്നത്. അപ്പോൾ രാധാജി പറഞ്ഞു, അവന്റെ ജീവന് വേണ്ടി നമുക്ക് നാളെ മഹാദേവന്റെ അടുക്കൽ പ്രാർത്ഥിക്കണം. നാരായണ ക്ഷേത്രത്തിലും നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്കത് ചെയ്തേ മതിയാകൂ. എല്ലാവരും ഒരുമിച്ച് സമ്മതിച്ചു. അടുത്ത ദിവസം വൃന്ദാവനം മുഴുവനും ആദ്യം നാരായണമൂർത്തിയുടെ ക്ഷേത്രത്തിലെത്തി. നാരായണമൂർത്തിയുടെ ക്ഷേത്രത്തിൽ അവരെല്ലാവരും കൃഷ്ണന് വേണ്ടി പാടാൻ തുടങ്ങി, ഭജനകൾ പാടാൻ തുടങ്ങി, കീർത്തനങ്ങൾ പാടാൻ തുടങ്ങി. ആ കീർത്തനങ്ങൾ പാടിയ ഒരു ഘട്ടത്തിൽ രാധാറാണി പെട്ടെന്ന് ധ്യാന നിമഗ്നയായി മാറി. പെട്ടെന്ന് ധ്യാനത്തിലേക്ക് രാധാറാണി വഴുതി വീണു. ആ സമയത്ത് കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം രാധാറാണിയുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത് വൃന്ദാവന നിവാസികൾ കണ്ടു. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയ പൂജാരിയും വൃന്ദാവന നിവാസികളും ഒന്നടങ്കം ആ അത്ഭുത കാഴ്ചയാണ് കാണുകയാണ്. രാധാകൃഷ്ണന്മാർ ചുണ്ടിൽ ഓടക്കുഴൽ ചേർത്ത് ഓടക്കുഴൽ വായിക്കുന്ന, മുരളിക
വായിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണന്റെ നെഞ്ചിൽ ചാഞ്ഞ് രാധാദേവി. ആളുകൾക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൃഷ്ണനും രാധയും ഒന്നിച്ച്. ഈ കൃഷ്ണൻ കാലയവനനെ നേരിടാൻ പോയിരിക്കുകയാണ്. ആ കാലയവനനെ നേരിടാൻ പോയിരിക്കുന്ന കൃഷ്ണൻ എങ്ങനെ ഇവിടെ രാധാറാണിയുടെ അടുക്കൽ ഒരു നിമിഷം മാത്രം അത് നീണ്ടു നിന്നു. പെട്ടെന്ന് അവർ നോക്കിയപ്പോൾ വീണ്ടും പഴയതുപോലെ രാധാറാണി, വീണ്ടും പഴയതുപോലെ രാധാറാണി. അവർ രണ്ട് കൈകളും എടുത്ത് രാധാറാണിയെ തൊഴുതു. അന്നത്തെ ദിവസം മുഴുവനും വൃന്ദാവനത്തിലെ ജനങ്ങൾ കൃഷ്ണന് വേണ്ടി ഉപവാസമനുഷ്ഠിച്ചു. അത്രയ്ക്കിഷ്ടമാണ് അവർക്ക്. ഒരു ആഹാരം പോലും കഴിക്കാതെ അന്നത്തെ ദിവസം മുഴുവനും കൃഷ്ണന് വേണ്ടി, കൃഷ്ണന്റെ രക്ഷയ്ക്ക് വേണ്ടി വൃന്ദാവന നിവാസികള് ഉപവാസമനുഷ്ഠിച്ചു. ഈ സമയത്ത് കൃഷ്ണന് പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകാൻ സമയമായി. അപ്പോൾ മുചുകുന്ദന്റെ കൂടെയുള്ള മറ്റു വൃദ്ധന്മാരും കൃഷ്ണനും കൂടെ പ്രഭാസ തീർത്ഥത്തിലേക്ക് യാത്രയായി. അവർ വഴിനീളെ പറഞ്ഞുകൊണ്ടുപോയി. കൃഷ്ണനാണ് ഉറച്ചു പറയുന്നത്, മറ്റുള്ളവർ ഏറ്റുപറയും ഹരഹര മഹാദേവ, ഹരഹര മഹാദേവ എന്ന് കൃഷ്ണൻ ഉച്ചത്തിൽ പറയും. ദിഗംബരനായ കൃഷ്ണൻ, പരിപൂർണ നഗ്നനായ കൃഷ്ണൻ, ദേഹം മുഴുവനും ഭസ്മം കൊണ്ട് മൂടിയിരിക്കുന്ന കൃഷ്ണൻ. കൃഷ്ണൻ പറയും ഹരഹര മഹാദേവ, ഹരഹര മഹാദേവ, ഹരഹര മഹാദേവ. മുചുകുന്ദനും കൂട്ടരും ഏറ്റുപറയും ഹരഹര മഹാദേവ, ഹരഹര മഹാദേവ, ഹരഹര മഹാദേവ, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. കൃഷ്ണന്റെ കയ്യിൽ ഒരു ശൂലമുണ്ട്, മറ്റുള്ളവരുടെ കയ്യിലും ഒരു ശൂലമുണ്ട്. അങ്ങനെ അവർ നടന്ന് പ്രഭാസ തീർത്ഥത്തിലെത്തി. അവർ സ്നാനം ചെയ്തു. ആ സമയത്ത് കൃഷ്ണൻ ഒരു കാഴ്ച കാണുന്നു. യാദവന്മാർ, ഒരു പറ്റം യാദവ യോദ്ധാക്കൾ വിദൂര ദേശത്തിലേക്ക് പോവുകയാണ്. അപ്പൊ കൃഷ്ണൻ വിചാരിക്കുകയാണ്, ഈ യാദവന്മാർ ഇത്ര പെട്ടെന്ന് ഏത് ദേശത്തേക്കാണ് ഇവർ പോകുന്നത്? അതിനുവേണ്ടി എന്താണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? അപ്പൊ ദ്വാരകയിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ? കൃഷ്ണൻ ആകപ്പാട് അങ്കലാപ്പിലായി. കൃഷ്ണൻ മുചുകുന്ദന്റെ അടുത്ത് എന്ന് പറഞ്ഞു, പ്രഭോ, എനിക്ക് ദ്വാരകയിലേക്ക് തിരിച്ചു പോകാൻ അനുവാദം തന്നാലും. മുചുകുന്ദൻ പറഞ്ഞു, മകനെ, നിന്നെ വിട്ടുപിരിയുന്നതിൽ പ്രയാസമുണ്ട്, എങ്കിലും നിന്റെ മാതാപിതാക്കൾ നിന്നെയും കാത്ത് അവിടെ ഇരിക്കുകയാണല്ലോ, അതുകൊണ്ട് മകനെ നീ പോയിട്ട് വരൂ. കൃഷ്ണൻ ദ്വാരകയിലേക്ക് യാത്രയായി. കൃഷ്ണൻ വിചാരിക്കുകയാണ്, എന്തകലെയാണ് ദ്വാരക, എങ്കിലും വേണ്ടിയില്ല, അവിടെ ജനങ്ങൾ സുരക്ഷിതരാണല്ലോ. അങ്ങനെ കൃഷ്ണൻ നടന്ന് ദ്വാരകയുടെ അടുക്കലെത്തിയപ്പോൾ അവിടെ ആകെ ദുഃഖം തളം കെട്ടിക്കിടക്കുന്നു. ശ്മശാന മൂകത, എല്ലാവരും കരയുന്നു. സ്ത്രീകളും വൃദ്ധന്മാരും വൃദ്ധകളും എല്ലാം കരയുന്നു. കരഞ്ഞ് അവർ തളർന്നു കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണൻ അമ്പരന്നു പോയി. കൃഷ്ണൻ അവരെടുത്ത് വന്ന്, അതിലൊരു വൃദ്ധയായ സ്ത്രീ വന്നു. അതാ കൃഷ്ണന് മനസ്സിലായി, ശംഖുവിന്റെ ഭാര്യയാണത്. ആ ശംഖുവിന്റെ വൃദ്ധയായ മാതാവാണത്. അപ്പൊ ചോദിച്ചു, അല്ല, ഇതെന്താണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ? ആ സ്ത്രീ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ചോദിച്ചു, ശൂരമുഖ്യൻ വസുദേവന്റെ വസതിയിലേക്കുള്ള വഴി അറിയാമോ? അപ്പോൾ അവര് പറഞ്ഞു, ശൂരമുഖ്യൻ വസുദേവന്റെ അടുക്കൽ ഇപ്പോൾ പോയിട്ട് കാര്യമില്ല, ഇവിടെ ദുഃഖാചരണം നടക്കുകയാണ്, ഇനിയും 8 ദിവസവും കൂടി ദുഃഖാചരണമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഭിക്ഷയാണ് വേണ്ടതെങ്കിൽ ഞാൻ തരാം. ആ വൃദ്ധ അകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മകളെ, ഒരു താപസൻ വന്ന് നിൽക്കുന്നു, അയാൾക്ക് എന്തെങ്കിലും ഭിക്ഷ കൊടുക്കൂ. ആ സ്ത്രീ വന്ന് ഭിക്ഷ കൊടുത്തു. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, അല്ല, ഇവിടെ ഈ ദുഃഖാചരണത്തിന്റെ കാര്യം എന്താണ്? വസുദേവൻ, ശൂരമുഖ്യനായ വസുദേവൻ ദുഃഖാചരണം നടത്തുന്നു എന്ന് പറയുന്നു. അവിടെ ഏതെങ്കിലും മരണം സംഭവിച്ചോ? ആ വൃദ്ധ എന്ന് പൊട്ടിക്കരഞ്ഞു. അറിഞ്ഞില്ലേ താപസമുനി, ഞങ്ങളുടെ കണ്ണിലുണ്ണി കൃഷ്ണൻ മരിച്ചുപോയി. കൃഷ്ണൻ പറഞ്ഞു,
കൃഷ്ണൻ മരിച്ചുപോയോ? അതെ അതെ, അവൻ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, യാദവകുലത്തെ രക്ഷിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് കാലയവനെ നേരിടാൻ പോയി. ഒറ്റയ്ക്ക് കാലയവനെ നേരിടാൻ പോയി. അവൻ മരിച്ചു. അവൻ മരിച്ചുപോയി. അവൻ മരിച്ചുപോയത് കൊണ്ട് ഞങ്ങളിവിടെ ദുഃഖാചരണം നടത്തുകയാണ്. കൃഷ്ണൻ അമ്പരന്ന് നിന്നു. നോക്കൂ, ഞങ്ങൾ അവന് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിച്ചു. കൃഷ്ണൻ പറഞ്ഞു, കൃഷ്ണന് വേണ്ടി നിങ്ങൾ ക്ഷേത്രം നിർമ്മിച്ചെന്നോ? അതെ, അവന് വേണ്ടി ഞങ്ങൾ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. ദാ എല്ലാവരും ആ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. തിരിച്ചു പോകുന്നവര് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ ജീവനായിരുന്നു കൃഷ്ണൻ, ഞങ്ങളുടെ പ്രാണനായിരുന്നു കൃഷ്ണൻ. അവനില്ലാത്ത ദ്വാരക, അവനില്ലാത്ത ദ്വാരക എന്താണ്? കൃഷ്ണൻ വിചാരിക്കുകയാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് പച്ച ജീവനോടെ തിരിച്ചറിയാൻ പറ്റുന്നത്. കൃഷ്ണൻ ആ വൃദ്ധയോട് നന്ദി പറഞ്ഞിട്ട് ആ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ കാണാം ബൃഹദ്ബലന്റെ മാതാവ് കംസ വരുന്നു. കൃഷ്ണൻ അവരുടെ മുമ്പിൽ ചെന്നു നിന്നു. എന്നിട്ട് ചോദിച്ചു, അമ്മേ, ക്ഷേത്രത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാമോ? അപ്പോൾ അവർ പറഞ്ഞു, പൂജ കഴിഞ്ഞു, എങ്കിലും വേണമെങ്കിൽ പോയി തൊഴുതുള്ളൂ. എന്നിട്ട് ആ കംസ പറഞ്ഞു, എവിടെയോ കണ്ടു മറന്നതുപോലെ. അപ്പൊ കൂടെ നിന്ന സ്ത്രീ പറഞ്ഞു, അതോ ഇത്തരത്തിൽപ്പെട്ട താപസന്മാർ ഇവിടെ ഒരുപാട് വരുന്നുണ്ടല്ലോ, ഇന്നലെയും ഉണ്ടായിരുന്നു. ഭസ്മമൊക്കെ പൂശിയിരിക്കുന്നത് കണ്ടില്ലേ? ഇവര് നഗ്നരാണ്, ദിഗംബരന്മാരാണ്, ഇവര് മഹാദേവന്റെ ആൾക്കാരാണ്. വരൂ അമ്മേ, നമുക്ക് പോകാം. കൃഷ്ണൻ നോക്കുകയായിരുന്നു. കംസ പലപ്പോഴും കൃഷ്ണൻ മരിച്ചു കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, തൻ്റെ മകൻ ബൃഹദ്ബലൻ രാജാവാകുന്നതിന് വേണ്ടി. ആ കംസ പോലും ഇപ്പൊ തനിക്ക് വേണ്ടി കരയുന്നു. കൃഷ്ണൻ പതുക്കെ നടന്ന് ആ ക്ഷേത്രത്തിലേക്ക് എത്തി. ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ആ ക്ഷേത്രത്തിലേക്കൊന്ന് നോക്കിയപ്പോൾ കൃഷ്ണൻ അമ്പരന്ന് പോയി. തൻ്റെ അതിമനോഹരമായ രൂപം എന്ന് മാത്രവുമല്ല, ആ ക്ഷേത്രത്തിൽ പീലിക്കിരീടം, താൻ ധരിച്ചിരുന്ന വനമാല, തൻ്റെ സുദർശനം, തൻ്റെ ശംഖായ പാഞ്ചജന്യം, തൻ്റെ വില്ലായ ശാർങ്കം, തൻ്റെ ഗദയായ കൗമോദകം, ഇതെല്ലാം അവിടെ വെച്ച് പൂജിക്കുകയാണ് എല്ലാവരും. കൃഷ്ണനൊന്ന് നോക്കിയപ്പോൾ കാണാം തൻ്റെ മാതാവായ ദേവകീ മാതാവ്, തൻ്റെ പിതാവ് വസുദേവ കൃഷ്ണൻ, ദേവകീ മാതാവ് വൃദ്ധയായതുപോലെ കരഞ്ഞ് തളർന്നിരിക്കുന്നു. കൂടെ ത്രിവക്രയും. അവരെല്ലാവരും കൂടെ ചേർന്ന് കൈകൂപ്പിക്കൊണ്ട് പാടുകയാണ്. മരിച്ചുപോയി എന്ന് കരുതി, കൃഷ്ണൻ മരിച്ചുപോയെന്ന് കരുതി കൃഷ്ണന്റെ പ്രതിമയ്ക്ക് മുന്നിലിരുന്ന് അവരെല്ലാവരും കൂടെ പാടുകയാണ്. ഹേ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ഹേ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ഹേ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. അപ്പൊ ത്രിവക്ര ഹേ കൃഷ്ണ ഹേ കൃഷ്ണ ഹേ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. കൃഷ്ണന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. താൻ മരിച്ചുപോയിരിക്കുന്നു, തനിക്ക് വേണ്ടി ക്ഷേത്രമൊരുക്കിയിരിക്കുന്നു, തനിക്ക് പ്രിയപ്പെട്ട വസ്തുക്കളെല്ലാം അവിടെ ശേഖരിച്ചു വെച്ച് അവർ ആരാധിക്കുന്നു. താൻ മരിച്ചുപോയി എന്ന് കരുതി തൻ്റെ മാതാവ് കണ്ണീരൊഴുക്കുന്നു. കൃഷ്ണന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കൃഷ്ണൻ പറഞ്ഞു, അമ്മേ. ഒരു നിമിഷം എല്ലാവരും നിശ്ചലായി. പ്രാർത്ഥനകൾ നിന്നു, സകലരും നിന്നു. എല്ലാവരും തിരിഞ്ഞു നോക്കി. ഒരു താപസൻ, പരിപൂർണ നഗ്നനായ താപസൻ, ദേഹം മുഴുവനും ഭസ്മം പൂശി നിൽക്കുന്ന താപസൻ. കൃഷ്ണൻ പറഞ്ഞു, അമ്മേ, അമ്മയുടെ കൃഷ്ണനാണ് അമ്മേ ഞാൻ. അമ്മയ്ക്ക് മനസ്സിലായില്ലേ? പെട്ടെന്ന് ദേവകി നീറ്റു, കൃഷ്ണ
കൃഷ്ണ, എന്റെ കൃഷ്ണൻ വന്നു. പെട്ടെന്ന് തന്നെ ദേവകി മോഹാലസ്യപ്പെട്ടു വീണു. കൃഷ്ണൻ താങ്ങി. ത്രിവക്ര ഓടി വന്ന് കൃഷ്ണന്റെ പാദങ്ങളിൽ വീണു. പ്രഭു 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 തിരിച്ചു വന്നു, എന്റെ പ്രഭു തിരിച്ചു വന്നു, എന്റെ പ്രഭു തിരിച്ചു വന്നു. ത്രിവക്ര അവിടുന്ന് അതിവേഗം പായുകയാണ്. കൃഷ്ണൻ വന്നേ, കൃഷ്ണൻ വന്നേ, കൃഷ്ണൻ ജീവിച്ചിരിപ്പുണ്ടേ. നമ്മുടെ കൃഷ്ണൻ മരിച്ചിട്ടില്ല, നമ്മുടെ കൃഷ്ണൻ മരിച്ചിട്ടില്ല. കൃഷ്ണൻ വന്നു, കൃഷ്ണൻ വന്നു, കൃഷ്ണൻ വന്നു. പ്രജകളെല്ലാം അവരവരുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി, സകലരും പുറത്തിറങ്ങി. എന്ത്? കൃഷ്ണൻ വന്നു, കൃഷ്ണൻ വന്നു. ദ്വാരക വീണ്ടും ആനന്ദഭരിതമായി മാറി. എല്ലാവരും ക്ഷേത്രത്തിലേക്ക് കുതിച്ചു. കൃഷ്ണനെ കണ്ട് അത്ഭുതപ്പെട്ടുപോയി. മഞ്ഞപ്പട്ടില്ലാത്ത, കിരീടമില്ലാത്ത, വനമാലയില്ലാത്ത, കൗസ്തുഭമില്ലാത്ത, ദേഹം മുഴുവനും ഭസ്മം പൂശിയ പരിപൂർണ നഗ്നനായ കൃഷ്ണനെ കണ്ട് അവരമ്പരന്നു പോയി. ഈ സമയത്ത് മറ്റൊരു കാര്യം നടക്കുകയായിരുന്നു. ജരാസന്ധൻ മധുരയിലെത്തിയപ്പോൾ ഞെട്ടിപ്പോയി. മധുരശൂന്യം. ജരാസന്ധൻ പറഞ്ഞു, എന്ത് മധുരശൂന്യം? കാലയവനൻ എവിടെ? അവന്റെ സൈന്യം ഇതുവരെ എത്തിയിട്ടില്ല. അവൻ നമ്മളെ കബളിപ്പിക്കുകയായിരുന്നു. കാലയവനൻ. അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഈ കൃഷ്ണൻ, ഈ ഇടയച്ചെറുക്കൻ, അവൻ അതീവ ബുദ്ധിമാനാണ്. ഞാൻ എത്തുന്നതിന് മുമ്പ് അവൻ മധുര വിട്ടു. എങ്കിലും പടയാളികളെ, ഈ മധുര ചുട്ടരിക്കൂ. അങ്ങനെ ആളില്ലാത്ത മധുര അവരുടെ പടയാളികൾ എല്ലാവരും കൂടെ ചേർന്ന് ചുട്ടരിച്ചു. മധുര കത്തിയെരിഞ്ഞു. മധുരയിലെ സകല ഭവനങ്ങളും അഗ്നിക്കിരയായി മാറി. ജരാസന്ധൻ കോപിഷ്ഠനായി. ഇപ്രാവശ്യവും ആ ഇടയച്ചെറുക്കൻ തൻ്റെ കൈപ്പിടിയിൽ നിന്ന് വഴുതി മാറിപ്പോയി. അദ്ദേഹം രുക്മിണിയുടെ വിദർഭ രാജ്യത്തിലേക്ക് എത്തിയിട്ട് രുക്മിണിയുടെ പിതാവിനോട് പറഞ്ഞു, ഞാൻ ജരാസന്ധൻ ആജ്ഞാപിക്കുകയാണ്, വൈശാഖ മാസത്തിലെ അക്ഷയ തൃതീയ നാളിൽ രുക്മിണിയുടെ വിവാഹം. എല്ലാ ഒരുക്കങ്ങളും ആരംഭിക്കട്ടെ. ജരാസന്ധ ചക്രവർത്തി ഇപ്പോൾ അജയ്യനായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ജരാസന്ധ ചക്രവർത്തി പറഞ്ഞത് അനുസരിക്കാൻ കൂട്ടാക്കി കഴിഞ്ഞു. അതെ, രുക്മിണിയുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടന്നു തുടങ്ങി. അപ്പോൾ രുക്മിണി എന്തു ചെയ്തു? കൃഷ്ണന്റെ ഏറ്റവും ശ്വേതകേതുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനായ ജഗ്നുവിന്റെ കയ്യിൽ ഒരു സന്ദേശം കൊടുത്തയച്ചു. ശ്വേതകേതുവിനൊരു സന്ദേശം കൊടുത്തയച്ചു. ആ സന്ദേശത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ഗോവിന്ദന്റേതാണ്. എൻ്റെ 16-ാമത്തെ വയസ്സിലാണ് എൻ്റെ 15-ാമത്തെ വയസ്സിലാണ് ഞാൻ ഗോവിന്ദനെ കണ്ടുമുട്ടുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഗോവിന്ദനല്ലാതെ മറ്റൊരു രൂപം എൻ്റെ മനസ്സിലില്ല. എൻ്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. ഗോവിന്ദൻ എവിടെയുണ്ടെങ്കിലും വരണം. അവൻ വന്നില്ലെങ്കിൽ ഞാൻ ജീവത്യാഗം ചെയ്യും. ഉറപ്പായും ഞാൻ ജീവത്യാഗം ചെയ്യും. അവൻ ഇവിടെ വരുന്നതിന് മുമ്പ് എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ ശിശുപാലൻ വന്നാൽ ഞാൻ ഈ ജീവൻ ഒടുക്കും. അങ്ങനെയാണെങ്കിൽ അവൻ എൻ്റെ ചിതാഭസ്മം പോകുന്ന വഴിക്കെല്ലാം തളിക്കണമെന്ന് ഞാൻ അവനോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ സമയത്ത് രുക്മിണിയും ചില വാർത്തകൾ കേട്ടു തുടങ്ങി. കാലയവനനെ ഒറ്റയ്ക്ക് നേരിടാൻ പോയിരിക്കുന്നു. രുക്മിണി അങ്കലാപ്പിലായി. രുക്മിണി ശൈബ്യയ്ക്ക് ആളിനെ അയച്ചു. എത്രയും പെട്ടെന്ന് നീ വരണം ശൈബ്യേ, എത്രയും പെട്ടെന്ന് നീ വരണമെന്ന് പറഞ്ഞ് ശൈബ്യയ്ക്ക് ആളിനെ അയച്ചു. അതെ, ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ശൈബ്യ വന്നു. എന്താണ്? രുക്മിണി പറഞ്ഞു, നമ്മുടെ കൃഷ്ണൻ കാലയവനനെ ഒറ്റയ്ക്ക് നേരിടാൻ പോയിരിക്കുകയാണ്. ഈ സമയത്ത് അതാ ശ്വേതകേതുവിന്റെ സന്ദേശം വരുന്നു. രുക്മിണി ഓടിച്ചെന്ന് ശ്വേതകേതുവിന്റെ സന്ദേശം എടുത്തു വച്ചു. ശ്വേതകേതുവിന്റെ സന്ദേശം വായിച്ചു നോക്കി. ആ സന്ദേശം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമ്മുടെ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. അതെ, ഇനി നമുക്ക് പകലുകളില്ല, ഇനി നമുക്ക് രാവുകളില്ല. പ്രിയപ്പെട്ട രുക്മിണി,
നമ്മുടെ ഗോവിന്ദൻ നമ്മളെ വിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോയിരിക്കുന്നു. ഗോവിന്ദനെ കാലയവനൻ വധിച്ചു. രുക്മിണി മോഹാലസ്യപ്പെട്ടു വീണു. രുക്മിണി മോഹാലസ്യപ്പെട്ടു വീണു. ശൈബ്യ വെള്ളം തളിച്ചു. വെള്ളം തളിച്ച് എഴുന്നേൽപ്പിച്ചു. ആ എഴുത്തിന്റെ ബാക്കിയും കൂടെ വായിച്ചു. ഗോവിന്ദൻ അവസാന സമയത്ത് സാത്വികിയോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു, തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ വിദർഭയിലെത്തണം, രുക്മിണിയെ രക്ഷിക്കണം, രുക്മിണിയെ രക്ഷിച്ചു കൊണ്ടുവന്ന് ദ്വാരകയിൽ കൊണ്ടുവരണം, അവളെ ഒരു ദേവതയെ പോലെ അവിടെ വാഴിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ബലരാമന്റെ നേതൃത്വത്തിൽ ഒരു വലിയ യാദവ സൈന്യം ഇതാ വിദർഭയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. രുക്മിണി തയ്യാറായിരിക്കൂ, രുക്മിണിയെ കൊണ്ടുപോയിരിക്കും. അപ്പൊ രുക്മിണി ഒരു നിമിഷം സന്തോഷിച്ചു. ശരിയാണ്, ബലരാമൻ ജ്യേഷ്ഠനെ നേരിടാൻ ഇവിടെ ആർക്കും കഴിയില്ല. ബലരാമൻ ജ്യേഷ്ഠൻ വരും, എന്നെ രക്ഷിക്കും. പക്ഷേ പെട്ടെന്ന് രുക്മിണി ആലോചിച്ചു, തൻ്റെ ഗോവിന്ദൻ പോയിരിക്കുന്നു. ശൈബ്യ പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഗോവിന്ദനെ വധിക്കില്ല. ഗോവിന്ദനെ വധിക്കാൻ ആർക്കും പറ്റില്ല. എന്തോ കുഴപ്പം സംഭവിച്ചതാണ്. രുക്മിണി പറഞ്ഞു, അങ്ങനെ ആയിരിക്കട്ടെ. പക്ഷേ ശൈബ്യേ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഞാൻ ഒരിക്കലും ബലരാമൻ ജ്യേഷ്ഠന്റെ കൂടെ ദ്വാരകയിലേക്ക് പോകുന്നില്ല. ശൈബ്യ ചോദിച്ചു, എന്താണ് കാരണം? ഞാൻ ദ്വാരകയിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ ആദ്യമൊക്കെ അവരെന്നെ കൃഷ്ണന്റെ ഭാര്യ എന്ന നിലയിൽ നന്നായി സ്വീകരിക്കും. ദിവസങ്ങൾ കഴിയും തോറും ഞാനൊരു വിധവയായി അവിടെ കഴിഞ്ഞുകൂടേണ്ടി വരും. പതുക്കെ ആളുകൾ എന്നെ മറന്നു തുടങ്ങും. ഒരു ഘട്ടം കഴിയുമ്പോൾ ഞാൻ അവർക്കൊരു ഭാരമായി തോന്നും. അതുകൊണ്ട് ശൈബ്യേ, ഞാനൊരു തീരുമാനമെടുത്തു കഴിഞ്ഞു. എൻ്റെ വിവാഹത്തിൻ്റെ അന്ന് ഞാൻ അഗ്നിപ്രവേശം ചെയ്യാൻ തീരുമാനിച്ചു. നീ അതിനു വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണം. ശൈബ്യ പറഞ്ഞു, നിശ്ചയമായും തികച്ചും ഉചിതമായ തീരുമാനം അങ്ങനെയാണെങ്കിൽ. ഒന്ന് ഞാൻ പറയാം, കൃഷ്ണൻ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിന്നെ രക്ഷിക്കാൻ വന്നിരിക്കും. ഇല്ല, ശ്വേതകേതു പറഞ്ഞല്ലോ മരിച്ചുപോയെന്ന്. രുക്മിണി ശൈബ്യയെ എടുത്തു പറഞ്ഞു, നീ എന്നെ സഹായിച്ചേ പറ്റൂ, ഞാൻ സഹായിച്ചിരിക്കും. അങ്ങനെ വൈശാഖ മാസത്തിലെ അക്ഷയ തൃതീയ, 1-ാം തൃതീയ നാളിൽ പൂജകൾ നടന്നു. 2-ാമത്തെ തൃതീയ നാളിൽ അവിടെ ആചാര്യന്മാരെ മുഴുവൻ പൂജിച്ചു കഴിഞ്ഞു. 3-ാമത്തെ തൃതീയ നാളിലാണ് കല്യാണത്തിന് വേണ്ടുന്ന വസ്ത്രങ്ങളും താലികളും എല്ലാം പൂജിക്കുകയാണ്. അന്ന് വിവാഹമാണ്. അതുവരെ വിവാഹത്തിനെ എതിർത്ത് നിന്നിരുന്ന രുക്മിണി പെട്ടെന്ന് സ്വരം മാറ്റി, എനിക്ക് സമ്മതമാണ്, ശിശുപാലനെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ്. രുക്മിണി അമ്പരന്നു പോയി. ഇവൾക്ക് എന്ത് സംഭവിച്ചു? അതിനേക്കാൾ അമ്പരന്നു സുഹൃത. ഇവക്ക് ഭ്രാന്ത് പിടിച്ചോ? ഇവൾ ഇന്നലെ വരെ അങ്ങനെ അല്ലല്ലോ നിന്നത്. രുക്മിണി അതീവ സന്തുഷ്ടയായിരുന്നു. അപ്പോൾ കല്യാണത്തിനുള്ള ഒരുക്കം. രുക്മിണിക്ക് ആശ്വാസമായി. എന്തോ ആയിക്കൊള്ളട്ടെ, രുക്മിണി വിവാഹത്തിന് സമ്മതിച്ചല്ലോ, മഹാഭാഗ്യം. കല്യാണ ദിവസം അവിടെ ഒരാചാരമുണ്ട്. ഈ കല്യാണ ദിവസം കല്യാണ പെണ്ണ് ഒരുങ്ങി താപ്തി നദിയുടെ തീരത്തുള്ള അന്നപൂർണ ക്ഷേത്രത്തിൽ തൊഴാൻ പോകണം. അങ്ങനെ രുക്മിണി ഒരുങ്ങി രഥത്തിൽ കയറി അന്നപൂർണ ക്ഷേത്രത്തിൽ. നേരം പൊട്ടിവിടരുന്നു, പ്രഭാതമായി വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് രുക്മിണി അന്നപൂർണ ക്ഷേത്രത്തിലെത്തി. അങ്ങനെ രുക്മിണി ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടന്നു. ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഭഗവാന്റെ അടുക്കൽ എത്താറായ സമയത്ത് രുക്മിണി ധരിച്ച അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് അപ്പുറത്ത് ശൈബ്യ നിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ശൈബ്യ രുക്മിണിയുടെ സ്ഥാനത്ത് വരികയും രുക്മിണി ശൈബ്യയുടെ സ്ഥാനത്ത് പോവുകയും ചെയ്തു. അവിടെ മുഖം മറച്ചിട്ടുണ്ട് തട്ടമിട്ട്. അതുകൊണ്ട് ദേവന്റെ മുന്നിൽ നിൽക്കുന്നത് രുക്മിണിയാണെന്ന് എല്ലാവരും കരുതി. പക്ഷേ യഥാർത്ഥത്തിൽ അത് ശൈബ്യയായിരുന്നു. രുക്മിണി അവിടെ നിന്ന് വേഗം പുറത്തു കടന്ന് താപ്തി നദിയുടെ തീരത്തുള്ള മാവിന്റെ ചുവട്ടിൽ ചിത ഒരുക്കി വച്ചിരിക്കുകയാണ്. ആ സമയത്ത് ശ്വേതകേതുവും ഉദ്ധവും
ഉദ്ധവനും സാത്യകിയും എത്തിച്ചേർന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ രുക്മിണിയെ കൊണ്ടുപോകാൻ വന്നതാണ്. രുക്മിണി ദേവി പറഞ്ഞു, ഇല്ല, കൃഷ്ണനില്ലാത്ത, ഗോവിന്ദനില്ലാത്ത ദ്വാരകയിലേക്ക് ഞാൻ വരുന്നില്ല, ഞാൻ വരില്ല ഗോവിന്ദനില്ലാത്ത ദ്വാരകയിലേക്ക്. അപ്പോൾ ശ്വേതകേതു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കൃഷ്ണനോടൊപ്പം പോകാനാണ് ആഗ്രഹമെങ്കിൽ ആയിക്കൊള്ളട്ടെ രുക്മിണി, നീ അഗ്നിപ്രവേശം നടത്തിക്കൊള്ളൂ. നിന്റെ ചിതാഭസ്മം നദികളിൽ ഒഴുക്കാൻ കൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അതേ, ചിത ആളിക്കത്തി തുടങ്ങി. സാത്യകിയും ഉദ്ധവനും ശ്വേതകേതുവും അങ്ങനെ തൊഴുകൈകളുമായി നിൽക്കുകയാണ്. ആ സമയത്ത് രുക്മിണി അഗ്നിക്ക് വലം വയ്ക്കാൻ തുടങ്ങി. മൂന്ന് വലത്ത് കഴിഞ്ഞിട്ടാണ് അഗ്നിക്ക് ചാടുന്നത്. അതേ, രുക്മിണി കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഗോവിന്ദ 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 ഗോവിന്ദ. ഒന്നാമത്തെ വലം വെച്ച് കഴിഞ്ഞു. ഗോവിന്ദ 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 ഗോവിന്ദ. രണ്ടാമത്തെ വലം വെച്ച് കഴിഞ്ഞു. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. മൂന്നാമത്തെ വലം വെച്ചു കഴിഞ്ഞു. രുക്മിണി ചിതയിലേക്ക് ചാടാൻ പോവുകയാണ്. ആ സമയത്ത് ദൂരെ നിന്ന് ഒരു കുതിര കുളമ്പടി കേട്ടു. ഒരു രഥം വലിച്ചുകൊണ്ട് വരുന്ന കുതിരയുടെ കുളമ്പടി വെച്ച, പാഞ്ഞു വരുന്ന ഒരു കുളമ്പടി വെച്ച ഒരു വിളി കേട്ടു, രുക്മിണി. അപ്പോഴേക്കും രുക്മിണി ചിതയിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു. പെട്ടെന്ന് ഉദ്ധവൻ രുക്മിണിയെ പൂണ്ടടക്കം പിടിച്ച് ദൂരേക്ക് വലിച്ചിട്ടിട്ട് രുക്മിണിയോട് പറഞ്ഞു, ഗോവിന്ദൻ വരുന്നു, അവൻ മരിച്ചിട്ടില്ല. രുക്മിണിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല തന്റെ കണ്ണുകളെ. രുക്മിണി നോക്കി, അതെ, താൻ കാണുന്നത് സ്വപ്നമാണോ? കണ്ണഞ്ചിക്കുന്ന വേഗതയിലായിരുന്നു ആ രഥം വന്നത്. പെട്ടെന്ന് ശൈബ്യയും അവിടെ എത്തി. കൃഷ്ണൻ പറഞ്ഞു, കയറൂ രുക്മിണി. രുക്മിണിയുടെ കൈ പിടിച്ച് രഥത്തിനകത്തേക്ക് ഇട്ടു. ശൈബ്യയെ കയറൂ. ശൈബ്യയും കയറി. അപ്പോഴും തന്നെ കൃഷ്ണൻ രഥം തിരിച്ചു. രഥം അതിവേഗം പായാൻ തുടങ്ങി. ആ പായുന്നതിന് മുമ്പ് കൃഷ്ണൻ തന്റെ പാഞ്ചജന്യം എന്ന ശംഖെടുത്തൂതി. പാഞ്ചജന്യത്തിന്റെ ശബ്ദം കേട്ട് ജരാസന്ധൻ ഞെട്ടിവിറച്ചു. കല്യാണത്തിനെത്തിയ ശിശുപാലൻ ഞെട്ടിവിറച്ചു. എന്ത് പാഞ്ചജന്യം? ഇത് കൃഷ്ണനാണ്. കൃഷ്ണൻ വന്നിരിക്കുന്നു. അവൻ മരിച്ചിട്ടില്ല. ആരവിടെ? രുക്മി, നമ്മളെ സൈന്യങ്ങളുമായി പിന്തുടരുവോ അവനെ? കൃഷ്ണൻ രഥത്തിൽ പായുകയാണ്. അതിനോടൊപ്പം തന്നെ ബലരാമനുണ്ട്, ഉദ്ധവനുണ്ട്, സാത്യകിയുണ്ട്, യാദവ ഭടന്മാരുണ്ട്. പെട്ടെന്ന് രുക്മിയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യം വന്ന് കൃഷ്ണനെയും കൂട്ടരെയും വളഞ്ഞു. പൊരിഞ്ഞ യുദ്ധം. ഭോജന്മാരും യാദവന്മാരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടത്തി. ആ സമയത്ത് രുക്മിണി കാണുകയാണ്. രുക്മി തന്റെ പ്രാണനാഥനായ കൃഷ്ണന്റെ നേർക്ക് അസ്ത്രം വഹിക്കുകയാണ്. ഒരു അമ്പും വില്ലും എടുത്തിട്ട് കൃഷ്ണനെ ലക്ഷ്യമാക്കി അമ്പ് ചെയ്തു. കൃഷ്ണൻ അങ്ങ് മാറിക്കളഞ്ഞു. ആ അമ്പ് ചെവിക്കകത്തുകൂടി മൂടിക്കൊണ്ട് പാറിപ്പോയി. ഈ സമയത്ത് കൃഷ്ണൻ വീണ്ടും കുതിരയുടെ കടിഞ്ഞാണിങ്ങനെ പിടിക്കുന്ന ആ സമയം നോക്കി ഇവൻ വീണ്ടും അമ്പ് ചെയ്തു. കൃഷ്ണ എന്ന് പറഞ്ഞ് പിടിച്ച് കൃഷ്ണനെ മാറ്റിയതും രുക്മിണിയുടെ കയ്യിൽ തട്ടി ചോര പൊടിച്ചുകൊണ്ടത് പോയി. കൃഷ്ണൻ നോക്കിയപ്പോൾ രുക്മിണിയുടെ കയ്യിൽ ചോര. കൃഷ്ണൻ തന്റെ ചൂണ്ടുവിരൽ കറക്കിയപ്പോൾ ചക്രായുധം വന്നു തുടങ്ങി. ചക്രായുധത്തെ കണ്ടപ്പോൾ രുക്മിണി ഭയന്നു. രുക്മിണി കൃഷ്ണന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, അരുതേ ഭവാനെ, കൊല്ലരുതേ. എൻ്റെ സഹോദരനാണ്. നമ്മുടെ കല്യാണമായിട്ട് അവനെ വധിക്കരുതേ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രുക്മിണി, ചക്രായുധം കയ്യിലെടുത്താൽ അവനെ പിൻവലിക്കാൻ അസാധ്യമാണ്. കൃഷ്ണന്റെ കയ്യിൽ നിന്ന് ആ ചക്രായുധം പാഞ്ഞു. രുക്മി ഭയന്നുപോയി. പെട്ടെന്ന് രുക്മിയുടെ കിരീടം ഛേദിച്ചുകൊണ്ട്
ഛേദിച്ചുകൊണ്ട് അതങ്ങ് കടന്നുപോയി. മുടിയും കിരീടവും ഒന്നടങ്കം ഛേദിച്ചുകൊണ്ട് കടന്നുപോയി. അതേ അതേ മുണ്ഡര ശിരസുമായിട്ട് രുക്മി നിൽക്കുകയാണ്. നാണം കെട്ട് യാദവ ഭടന്മാര് 4 ചുറ്റും വളഞ്ഞു പിടിച്ചു രുക്മിയെ കൃഷ്ണന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. കൃഷ്ണൻ പറഞ്ഞു, രുക്മി, നിന്റെ ജീവൻ ഈ നിൽക്കുന്ന രുക്മിണി ദാനമായി തന്നതാണ്. ഇവൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിന്റെ ജീവൻ ഞാൻ രക്ഷിച്ചത്. ഇല്ലെങ്കിൽ ചക്രായുധം നിന്റെ ശിരസ് ഛേദിച്ചു പോയേനായിരുന്നു. അപ്പോൾ രുക്മി പറഞ്ഞു, നീജ. കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, രുക്മി, നിനക്ക് 2 മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ നിനക്ക് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാം, വിദർഭയിലേക്ക്, അല്ലെങ്കിൽ ഞങ്ങളോടൊത്ത് ദ്വാരകയിൽ വരാം. തീർച്ചയായിട്ടും എൻ്റെ ഭാര്യ സഹോദരൻ എന്ന നിലയിൽ നിന്നെ ഞങ്ങൾ ആദരിക്കും. ആർക്ക് വേണം നിന്റെ ആദരവ്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇവനെ വിദർഭയിലെത്തിക്കൂ. വേണ്ട, നിന്റെ തലയെടുക്കാതെ, നിന്നെ വധിക്കാതെ ഈ രുക്മി ഇവിടെ നിന്ന് തിരിച്ചു പോകില്ല കൃഷ്ണ. അപ്പൊ ബലരാമൻ പറഞ്ഞു, അനിയാ രുക്മി, അത് അസാധ്യം. ഇവന്റെ തലയെടുക്കുക അസാധ്യം. നീ ഇവിടെ വേണമെങ്കിൽ നീ ഇവിടെ ഇരുന്നോ. തൽക്കാലം ഞങ്ങൾ പോവുകയാണ്. നിനക്കിഷ്ടമുള്ളത് ചെയ്തോ. ബലരാമൻ പറഞ്ഞു, പോകാം, നമുക്ക് പോകാം. എല്ലാവരും ദ്വാരകയിലേക്ക് യാത്രയായി. ദ്വാരകയിൽ ഉത്സവം പോലെയായി. കൃഷ്ണന്റെ രഥം, ബലരാമന്റെ രഥം ചീറിപ്പാഞ്ഞു വന്നു. രുക്മിണി രഥത്തിൽ നിന്നിറങ്ങി. ദേവകി വന്നു, രുക്മിണിയെ സ്വീകരിച്ചു. കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ തുടങ്ങി. സാക്ഷാൽ ദേവകി മാതാവ് പോലും എല്ലാവരും രാധയ്ക്ക് കൊടുത്ത വാക്ക് മറന്നുപോയി. കാരണം മരിച്ച കൃഷ്ണൻ തിരിച്ചു വന്നതാണ്. ആ കൃഷ്ണൻ കൊണ്ടുവരുന്ന രുക്മിണിയാണ്. തകൃതിയായിട്ട് ഒരുക്കങ്ങൾ നടക്കുകയാണ്. അതെ, കൃഷ്ണനും രുക്മിണിയും തമ്മിലുള്ള വിവാഹം. ആ വിവാഹം പക്ഷേ കൃഷ്ണൻ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവരും ഉത്സവം പോലെ പങ്കെടുത്തു. ഒരാള് മാത്രം ഇതിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ്. കൃഷ്ണൻ പതുക്കെ നടന്ന് ആ ആളിൻ്റെ അടുക്കലെത്തിയിട്ട് കൃഷ്ണൻ വിളിച്ചു, ബലരാമൻ ജ്യേഷ്ഠൻ തിരിഞ്ഞു നോക്കി. എന്തേ ബലരാമൻ ജ്യേഷ്ഠ? എൻ്റെ വിവാഹ ഒരുക്കങ്ങളിൽ ബലരാമൻ ജ്യേഷ്ഠൻ നിന്നാണിത് നടത്തേണ്ടത്. പക്ഷേ ബലരാമൻ ജ്യേഷ്ഠൻ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. കൃഷ്ണ, മരിച്ച നീ തിരിച്ചു വന്നു. ആ സന്തോഷത്തിലാണ് കൃഷ്ണ നിന്റെ വാക്ക് പാലിക്കാൻ ഞാൻ അവിടെ വന്ന് രുക്മിണിയെ കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ രാധയല്ലാതെ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ നീ താലി കെട്ടുന്നത് കാണാൻ എനിക്ക് പറ്റില്ല കൃഷ്ണ. അതുകൊണ്ട് രുക്മിണി വിവാഹത്തിന് ഞാനില്ല. കൃഷ്ണൻ സ്തംഭിച്ചു പോയി. കൃഷ്ണൻ പറഞ്ഞു, ജ്യേഷ്ഠ കൃഷ്ണ, എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. നീ എന്തുകൊണ്ടാണ് രാധയെ ആലോചിക്കാഞ്ഞത്? തിരിച്ചു വന്ന് നീ പറഞ്ഞത് എന്താണ്? അവിടെ വെച്ചും നീ പറഞ്ഞത് എന്താണ്? നീ വന്നാൽ രുക്മിണിയെ നീ ഇവിടെ കൊണ്ടുവന്ന് വിവാഹം കഴിക്കും. നീ എന്തുകൊണ്ട് പറഞ്ഞില്ല കൃഷ്ണ? കാലയവനെ തോപ്പിച്ച് തിരിച്ചു വന്നാൽ രാധയെ കൊണ്ടുവരുമെന്ന് നീ എന്താ പറഞ്ഞത്? രുക്മിണിയെ കൊണ്ടുവന്ന് ദേവതയാക്കും. രാധയ്ക്കായി ഒരു മന്ദിരം പണിയിച്ചിട്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ കൃഷ്ണ രാധയുടെ സ്ഥാനം. രാധയ്ക്കൊരു മന്ദിരം മാത്രം മതിയോ കൃഷ്ണ? രുക്മിണിയെ ദേവതയായി വാഴിക്കും. അവൾ രാജ്ഞിയും രാധ ഒരു ഇടയപ്പെണ്ണുമായതുകൊണ്ടാണോ? ജ്യേഷ്ഠ, അങ്ങനെ പറയരുത്. രാധ എൻ്റെ പ്രാണനാണ് കൃഷ്ണ. എനിക്കിനി ഈ വാക്കുകൾ കേൾക്കണ്ട. എനിക്ക് നിന്റെ അത്ര ബുദ്ധിയില്ല. ജ്യേഷ്ഠ, എൻ്റെ ശരീരം മാത്രമാണ് ഈ സ്ത്രീകൾക്ക്. എൻ്റെ മനസ്സ് രാധയ്ക്കുള്ളതാണ്. എൻ്റെ ആത്മാവ് രാധയ്ക്കുള്ളതാണ് ജ്യേഷ്ഠ. കൃഷ്ണ, നീ എല്ലാവരെയും പറഞ്ഞ് മയക്കുന്ന കണക്ക് എൻ്റെ അടുക്കൽ നീ പറയണ്ട കൃഷ്ണ. നീ എന്തു വന്നാലും നിനക്ക് രാജകുമാരിയെ കണ്ടപ്പോൾ നീ മതിമറന്നു. അതൊരു പാൽക്കാരി പെണ്ണ്. അതല്ലേ നീ സാത്യകിയോട് പറഞ്ഞില്ലേ കൃഷ്ണ? അവളെ ഞാൻ മരിച്ചു പോയാൽ ഇവിടെ കൊണ്ടുവന്ന് ദേവതയാക്കി വാഴിക്കണം.
രാധയ്ക്കൊരു മന്ദിരം പണി കഴിപ്പിക്കണം. കൃഷ്ണ, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നിനക്ക് പറയാൻ 1000 ന്യായങ്ങൾ കാണും കൃഷ്ണ. പക്ഷേ രാധയെ വിവാഹം കഴിക്കാത്തതിന് ആ ന്യായങ്ങൾ ഒന്നും എനിക്ക് ദഹിക്കില്ല കൃഷ്ണ. ഒരുപക്ഷെ ഞാനൊരു സാധാരണ മനുഷ്യനായതുകൊണ്ടായിരിക്കാം, നിന്റെ അത്ര ബുദ്ധി എനിക്കില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് പറ്റില്ല. അവൾ എൻ്റെ കുഞ്ഞനുജത്തിയാണ്. അവളുടെ കഴുത്തിൽ നീ മിന്നു കെട്ടുന്നത് കാണാനാണ് ഞാൻ കാത്തിരുന്നതെന്ന് പറഞ്ഞ് ബലരാമൻ ജ്യേഷ്ഠൻ നടന്നകന്നു. ആ നടന്നകലുന്നത് നോക്കി നിർനിമേഷനായി കൃഷ്ണൻ നിന്നു. അതേ രുക്മിണി ദേവിയെ താലി കെട്ടേണ്ട മുഹൂർത്തമായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും വന്നു. കൃഷ്ണൻ രുക്മിണി ദേവിയുടെ കഴുത്തിൽ താലി കെട്ടി. അവര് പരസ്പരം മാലകൾ ചാർത്തി. ആ ദ്വാരക മുഴുവനും ഉത്സവ ലഹരിയിൽ ആറാടുകയാണ്. ഒരാള് മാത്രം, ബലരാമൻ ജ്യേഷ്ഠൻ മാത്രം ദ്വാരകയിലെ സമുദ്രത്തിന്റെ കരയിൽ സുരപാനം ചെയ്ത് അവിടെ നിന്ന് കരയുകയായിരുന്നു. സുരപാനത്തിന്റെ ലഹരിയിൽ കരയുകയായിരുന്നു ബലരാമൻ ജ്യേഷ്ഠൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, രാധേ മാപ്പ്. ഈ ജ്യേഷ്ഠൻ നിസ്സഹായനായി പോയി. രാധേ മാപ്പ്. നേരം സന്ധ്യയായി. ആ ആചാരങ്ങളെല്ലാം കഴിഞ്ഞു. ആദ്യ രാത്രി, കൃഷ്ണന്റെയും രുക്മിണിയുടെയും ആദ്യ രാത്രിയാകാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ കാര്യത്തിലേക്കാണ് അടുത്ത എപ്പിസോഡ് പോകുന്നത്. രുക്മിണിയുടെ ആദ്യ രാത്രി, കൃഷ്ണന്റെ ആദ്യ രാത്രി ആധികാരികമായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അടുത്ത എപ്പിസോഡ് വരുമ്പോൾ രുക്മിണിയുടെയും കൃഷ്ണന്റെയും ആദ്യ രാത്രി എന്തായിരുന്നു എന്നും അത് ഏത് പുസ്തകത്തിലാണ് ഞാൻ വായിച്ചതെന്നും അതിൻ്റെ പേജ് സഹിതം പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും തുടങ്ങുന്നത്. കാരണം മറ്റെവിടെയും കാണാൻ പറ്റാത്ത ഒന്നാണ് രുക്മിണിയുടെ ആദ്യ രാത്രി. പ്രിയപ്പെട്ടവരെ, അടുത്ത വട്ടം തെളിവുകളുമായിട്ടാണ് ഞാൻ വരുന്നത്. എന്താണ് രുക്മിണിയുടെ ആദ്യ രാത്രിയിൽ സംഭവിച്ചത്? നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നൊരു കാര്യമായിരിക്കില്ല. നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. രുക്മിണിയുടെ ആദ്യ രാത്രിയിൽ എന്ത് സംഭവിച്ചു? അതൊരിക്കലും ഊഹത്തിൽ പറയുന്നതല്ല. ഏത് പുസ്തകത്തിൽ എത്രാമത്തെ പേജിൽ കിടക്കുന്നു എന്ന തെളിവുമായി ഞാൻ വരികയാണ്. അടുത്ത എപ്പിസോഡിൽ ഞാൻ വരികയാണ്. രുക്മിണിയുടെ ആദ്യ രാത്രി. മണവറയിൽ കയറിയ രുക്മിണി എന്താണ് കണ്ടത്? എന്താണ് രുക്മിണിയുടെ ആദ്യ രാത്രിയിൽ സംഭവിച്ചത്? ഇനി രാധയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കൃഷ്ണൻ രുക്മിണിയുടെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞു. രുക്മിണി കൃഷ്ണന്റെ ഭാര്യയായി കഴിഞ്ഞു. ഇതാ മണിയറ ഒരുങ്ങിക്കഴിഞ്ഞു. ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഓരോരുത്തർക്കും, നിങ്ങളിൽ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രണയിക്കുന്ന ആള് നിങ്ങളെ ഉപേക്ഷിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ ചാനലിൽ രാധയുടെ പ്രണയം കാണുന്ന ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്, ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങളൊരാളെ പ്രണയിച്ചു. ആ പ്രണയിച്ച ആള് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു കല്യാണം കഴിക്കുന്നു. ആ ആദ്യ രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുമോ? നിങ്ങളുടെ ചങ്കിൽ കുത്തി ഇറക്കുന്ന വേദന ഉണ്ടാകില്ലേ? ദേ നോക്കൂ, രുക്മിണി മണിയറയിലേക്ക് കയറുകയാണ്. രുക്മിണിയുടെ ആദ്യ രാത്രി, പക്ഷെ അസാധാരണമായ സംഭവങ്ങൾ നിറഞ്ഞ ആദ്യ രാത്രി. രുക്മിണിയുടെ ആദ്യ രാത്രിയിൽ എന്ത് സംഭവിച്ചു? ഇനി രാധയ്ക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു? അതുമായി ഞാൻ അടുത്ത എപ്പിസോഡിലേക്ക് വരും. അടുത്ത ചൊവ്വാഴ്ച രാധാറാണി അനുഗ്രഹിച്ചാൽ രുക്മിണിയുടെ ആദ്യ രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ കാത്തിരുന്നുള്ളൂ. ഇനി രാധയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ്. രാധയുടെ പ്രണയം ഒരു പ്രത്യേക പോയിന്റിലേക്ക് കയറുകയാണ്. രാധയുടെ പ്രണയം ഒരു പ്രത്യേക വഴിത്തിരിവിലേക്ക് കയറുകയാണ്. 83ാമത്തെ എപ്പിസോഡ് രാധയുടെ പ്രണയത്തിന്റെ വഴിത്തിരിവാണ്. കാത്തിരിക്കൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ
രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ.